നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്തായിട്ടാണ് ഇൻഡോർ പ്ലാന്റ്സിന് ഏറെ പ്രചാരം കിട്ടി തുടങ്ങിയത് അല്ലേ. കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗിയാണ് ഒന്ന്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് അത് നൽകുന്ന ഗുണങ്ങൾ കുറേയുണ്ട്. അപ്പോൾ അത് കാരണവും ഇൻഡോർ പ്ലാന്റ്സ് പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രചാരം നേടിയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്, അല്ലെങ്കിൽ സാൻസിവേറിയ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കുറേയുണ്ട്. അതിലുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പരിചരണം മതി ഇതിന്. പിന്നെ നല്ല എലഗൻ ലുക്കാണ്, നല്ല ഭംഗിയാണ് കാണാനല്ലേ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇതിന് വായു ശുദ്ധീകരിക്കാനുള്ളൊരു കഴിവുണ്ട്. ഇതെങ്ങനെയാണ് വായു ശുദ്ധീകരിക്കണമെന്ന് വെച്ചാൽ വായുവിലടങ്ങിയിട്ടുള്ള നമുക്ക് ഹാനികരമായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്, അല്ലെങ്കിൽ വാതകങ്ങളുണ്ട്. ഉദാഹരണത്തിന് ട്രൈക്ലോറോ എഥിലിൻ, ബെൻസീൻ, ഫോമാൽഡിഹൈഡ് തുടങ്ങിയിട്ടുള്ള ഹാനികരമായിട്ടുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലുള്ളത് ഈ ചെടി ശുദ്ധീകരിക്കും. അതിന് വലിച്ചെടുത്തിട്ട് ഓക്സിജനായിട്ട് പുറന്തള്ളും. അപ്പോൾ നമ്മൾ ഈ സാൻസിവേറിയ വീട്ടിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങാനും ഈ കെമിക്കൽസ്, ഈ ദോഷകരമായിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റാനുള്ള കഴിവ് ഈ സ്നേക്ക് പ്ലാന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനുള്ളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് കൂടുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇത് നാസയുടെ ഒരു പഠന റിപ്പോർട്ടാണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞതൊരു 15 വെറൈറ്റീസെങ്കിലും എൻ്റെ അറിവിലുണ്ട്. പിന്നെ ഒരുപാട് അല്ലാതെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കിപ്പോവാം. ഒന്നെന്ന് പറഞ്ഞാൽ ഗോൾഡൻ സ്നേക്ക് പ്ലാന്റ്. ഇത് നമ്മുടെ വീടുകളിൽ സാധാരണ എല്ലാവരെയും വീടുകളിലുള്ള സ്നേക്ക് പ്ലാന്റ് ആയിരിക്കും ഗോൾഡൻ സ്നേക്ക് പ്ലാന്റ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഗോൾഡൻ സ്നേക്ക് പ്ലാന്റ്. പിന്നെ വേറൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും. കുറച്ചിങ്ങനെ സ്പൈറലായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ലീവ്സ് ആയിരിക്കും ഇതിൻ്റെ. പിന്നെ വേറൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഹെയ്നി സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാബേജ് ലീവ്സ് ഇങ്ങനെ അടുക്കി വെച്ചേക്കൂലേ, അതേപോലെ ആയിരിക്കും ഇതിൻ്റെ ഇലകൾ അടുക്കി വെച്ചേക്കുന്നത്. അത് വളരെ നീളം കുറഞ്ഞ് കുറച്ച് വീതിയുള്ള ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ലീവ്സാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ വേറൊരു വെറൈറ്റി എന്ന് വെച്ചാൽ ബോസ്ട്രിങ് ഹെം സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും. അതും ഇത് തന്നെയാണ്. നല്ല നീണ്ട് മുകളിലോട്ടിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെയാണ് കുത്തനെ നിൽക്കുന്ന ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി വേറൊരു വെറൈറ്റിയുടെ പേരാണ് ബെൻഡൽ സെൻസേഷൻ സ്നേക്ക് പ്ലാന്റ്. അത് വേരിഗേറ്റഡ് വെർഷനാണ്. അത് കുറച്ച് വെള്ള കളറും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ വേറൊരു വെറൈറ്റിയാണ് മൂൺ ഷൈൻ സ്നേക്ക് പ്ലാന്റ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിൽവർ ഗ്രീൻ കളറിലുള്ള ഇലകളായിരിക്കും. പിന്നെ വേറൊരെണ്ണം ക്ലിയോപാട്ര സ്നേക്ക് പ്ലാന്റ്, ബോൺസെൽ സ്നേക്ക് പ്ലാന്റ്, വെയിൽഫിൻ സ്നേക്ക് പ്ലാന്റ്. വെയിൽഫിൻ സ്നേക്ക് പ്ലാന്റ് എന്ന അതിൻ്റെ പേര് അങ്ങനെ വരാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മളെ വെയിലില്ലേ, ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം, അതിൻ്റെ ചിറകിൻ്റെ ഷേപ്പിലുള്ള ഒരു സ്നേക്ക് പ്ലാന്റാണ് വെയിൽഫിൻ സ്നേക്ക് പ്ലാന്റ്. പിന്നെ ബ്ലാക്ക് ഡ്രാഗൺ സ്നേക്ക് പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന വേറൊരു വെറൈറ്റി ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഇലകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വെട്ടം കുറഞ്ഞ സ്ഥലത്ത് വെച്ച് കാണുമ്പോഴത്തേക്ക് നമുക്ക് കറുത്ത കളറ് പോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ഡ്രാഗൺ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ ഫേൺവുഡ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. ഗോൾഡൻ ഫ്ലെയിം സ്നേക്ക് പ്ലാന്റ്, സ്റ്റാർ ഫിഷ് സ്നേക്ക് പ്ലാന്റ്, ഫിഷറി സ്നേക്ക് പ്ലാന്റ്, പാറ്റേൺസ് സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് തരം വെറൈറ്റീസ് ഉള്ള ഒരു ചെടിയാണ് സാൻസിവേറിയ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്നറിയപ്പെടുന്നത്. ഇതിന് വളരെ കുറച്ച് കെയർ നമ്മൾ കൊടുത്താൽ മതി. ഒരുപാട് പരിചരിക്കേണ്ട കാര്യമൊന്നുമില്ല. മാസത്തിലൊരു പ്രാവശ്യം കുറച്ച് വളം ഇട്ട് കൊടുക്കുക, ആഴ്ചയിലൊരു പ്രാവശ്യം വെള്ളം നനച്ച് കൊടുക്കുക, കഴിഞ്ഞു. അതിൻ്റെ പിന്നെ വല്ലപ്പോഴും ഒന്ന് തുടച്ചു കൊടുക്കുക, ഇലകളൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പൊതുവേ ഇൻഡോർ പ്ലാന്റ്സിന് ജൈവവളം കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ജൈവവളം എന്ന് പറയുമ്പോഴത്തേക്കും പുളിപ്പിച്ച വളം ഒന്നും ആവശ്യമില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വളമൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് അതിൻ്റെ തെളിയെടുത്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ
സീവീഡ് എക്സ്ട്രാക്റ്റ് എന്ന് പറയും. സീവീഡ് എക്സ്ട്രാക്റ്റ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു 3 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലൊരു വളമാണ് കേട്ടോ, ജൈവവളമാണ്, നല്ല വളമാണ്. പിന്നെ നമുക്ക് അടുക്കള വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒന്നാം തരം ജൈവവളങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഉള്ളിത്തോലില്ലേ, അത് നമ്മൾ ഒരാഴ്ച വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ആ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം അരച്ചിട്ട് അതിലിരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് അത് ചോട്ടിലൊഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സിനും നല്ലതാണേ. പിന്നെ അതുപോലെ പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം എടുത്തിട്ട് അതും ഇരട്ടി വെള്ളവും ചേർത്ത് ചെടികളുടെ ചോട്ടിലൊഴിച്ച് കൊടുക്കുന്നത് പൊട്ടാഷ് നന്നായിട്ട് കിട്ടാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ചെടികൾക്ക് ഉള്ള വളങ്ങൾ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ ചെടിയുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പണിയില്ല കേട്ടോ. അതായത് ഇതിൻ്റെ ഇല എടുക്കുക, ജസ്റ്റ് കട്ട് ചെയ്യുക, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഈ ഇലകൾ കട്ട് ചെയ്തിട്ട് മണ്ണിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലെയർ മണ്ണും കൂടെ മുകളിൽ വിതറിക്കഴിഞ്ഞാൽ അത് മുളച്ചോളും. ഈ കട്ടിങ്സിൽ നിന്ന് പുതിയ പുതിയ തൈകൾ മുളച്ച് വന്നോളും. അപ്പോൾ ഒരു ഇലയിൽ നിന്ന് തന്നെ നമുക്കൊരു 10-15 തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ശരിക്കും ഒരു കളക്ഷൻ, അതായത് ഒരു വെറൈറ്റി നമ്മൾ എവിടെന്നെങ്കിലും ഒപ്പിച്ചാൽ ബാക്കി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം ആവശ്യത്തിലേക്ക് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പുറത്ത് വിൽക്കാനും പറ്റും അല്ലേ. ഇതിൻ്റെ തൈകളുണ്ടാക്കി വിറ്റിട്ട് നമുക്കൊരു അധിക വരുമാനം കണ്ടെത്താനോ യാതൊരു പാടുമില്ല. പ്രത്യേകിച്ച് സാൻസവേറിയയുടെ തൈകളുണ്ടാക്കാൻ യാതൊരു പാടുമില്ല. ഇലകൾ മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തൈകളായി. എൻ്റെ കയ്യിൽ ആകെ ഒരു ഗോൾഡൻ സ്നേക്ക് പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ നൈബറിൻ്റെ അടുത്തുനിന്ന് ലീഫ് എടുത്തിട്ട് വന്നിട്ടാണ് ഞാൻ വേറെ കുറേ വെറൈറ്റീസ് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പം എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ട്വിസ്റ്റ് സ്നേക്ക് പ്ലാന്റും, ഗോൾഡൻ ഹൈനി സ്നേക്ക് പ്ലാന്റ്, ഫേർനോട്ട് സ്നേക്ക് പ്ലാന്റ്, ഗോൾഡൻ ഫ്ലെയിം സ്നേക്ക് പ്ലാന്റ്, പിന്നെ വെയിൽഫിൻ സ്നേക്ക് പ്ലാന്റ്, ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സ്നേക്ക് പ്ലാന്റ്സാണ് ഉള്ളത്. അതിൽ 1-2 ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബാക്കിയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ നൈബേഴ്സിൻ്റെയൊക്കെ അടുത്തുനിന്ന് ഒരു ലീഫ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത ചെടികളാണ്. അതിൽ ചിലതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്, ചിലത് വലുതായിട്ടുണ്ട്. ഞാൻ ഈ സാൻസിവേറിയ വളർത്താൻ തുടങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഒരു ബിഗ് ഫാനാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും അത് അവിടെ നിന്ന് വളരും. ശരിക്കും മാസത്തിൽ ഒരു ദിവസമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ള സമയങ്ങളുണ്ട്. ആ സമയത്ത് പോലും യാതൊരു പ്രശ്നവുമില്ലാതെയാണ് ആ ചെടി അവിടെ നിൽക്കുന്നത്. അത് കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാവം തോന്നും. പിന്നെ വല്ലപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും, തുണി വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നിർത്താറുണ്ട്. പിന്നെ മാസത്തിൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് ലിക്വിഡ് ഫെർട്ടിലൈസർ, ഇപ്പം പറഞ്ഞ സീവീഡ് എക്സ്ട്രാക്റ്റ്, ഉള്ളിത്തൊലി കൊണ്ടുള്ള വളം, പിന്നെ വാഴപ്പഴത്തിൻ്റെ തൊലി കൊണ്ടുള്ള വളം, അതൊക്കെ തന്നെയാണ് ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആൾ നല്ല ഉഷാറായിട്ട് നിൽക്കും. അപ്പോൾ ഇനി വേറെ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചില്ലെങ്കിൽ പോലും ഈ സാൻസിവേറിയ വെക്കാൻ വേണ്ടിയിട്ട് യാതൊരു മടിയും വിചാരിക്കേണ്ട. ഒരു പണിയില്ലാതെ അവിടെ വെറുതെ നിന്നോടും. പക്ഷേ അടിപൊളി ലുക്കുമാണ്. വീട്ടിനെ നല്ല ലൈവാക്കി നിർത്താൻ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ചെടിയാണിത് കേട്ടോ. ഇതും മണി പ്ലാന്റും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ വീട് അടിപൊളിയാവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.